മുതലാളി കണ്ടെടുത്ത തൊഴിലാളി. സുഹൃത്തുക്കളെ, സുഹേൽ തച്ചോടെയാണ് ഞാൻ എന്നുള്ളത്. വളാഞ്ചേരിയാണ്. പോകുന്ന വഴിയിൽ നമ്മളൊരു കാരണവരെ കണ്ടു. ഇങ്ങനെ കടകൾ കൂടെ ഒക്കെ നടന്ന് പിടിക്കുന്ന ഒരാള് വീടുകളിലൊക്കെ. നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാവും ഇദ്ദേഹത്തെ കാണാത്തവരുണ്ടാവില്ല. കാരണം 30 വർഷമായി അദ്ദേഹം ഈ നാട്ടില്. 30 കൊല്ലമായി. എത്ര വർഷമായി? 30 കൊല്ലമായി. 30 കൊല്ലം. ഇപ്പൊ എവിടെ താമസം? இப்போ பட்டாமி தாமசம் நம்ம கவர்மெண்ட் ஆஸ்பத்திரிக்கு தென்புறத்தில் ബേക്കറിയിലെ താമസം. ബേക്കറിയുടെ പുറത്തോ? ബേക്കറി പുറത്ത് സീറ്റ് ഇട്ടില്ല. സീറ്റുണ്ട്. അത് അപ്പൊ അവിടെ കടന്നാ പോരെ? അവിടെ പോലീസ് എല്ലാം വരും. നായയുടെ ശല്യാണ്. പട്ടികളുടെ ശല്യം. പോക്കറ്റ് അടിക്കാരും ഉണ്ടോ? അപ്പൊ പൈസ ഉണ്ടോ? കൊറേ ബാങ്ക് അക്കൗണ്ട് ഉണ്ടോ? ഇല്ല ഇല്ല, അതൊന്നുമില്ല. 400-300 ഉള്ളൂ. വീട്ടിലെ 2 പെണ്ണുങ്ങളുണ്ട്, മകനുണ്ട്, ഭാര്യ ഉണ്ട്. അത് എല്ലാം നമ്മളെ വിട്ട് ഒഴിവായി. ഞാൻ 30 കൊല്ലമായി. ഇപ്പൊ എനക്കിട്ട് അവരിങ്ങളെ തെരയുണ്ടാവും. 10 ലക്ഷം രൂപ പൈസ ആൾ തേടി വരും. പൈസ ഇല്ലല്ലോ. പൈസ ഇല്ല, என்னுடைய காரியம் கடைசியில் வயசு நேரத்தில் கடவுள் நம்மளை ரொம்ப பற்றிக்கிறோம். ഫുഡൊക്കെ എവിടുന്നാ കഴിക്കുന്നത്? ഞാൻ പട്ടാമ്പി പോയാൽ പൈസ എന്താ 80ക്കും വാങ്ങും, 70ക്കും വാങ്ങും. എവിടുന്ന്? மேலே பட்டாம்பியில். ചോറാ? இல்லை, எனக்கு இது பிடிக்காது. சிக்கன் இது பிடிக்காது. ചിക്കൻ ഒന്നും പിടിക്കും. സാധാ ചോറ്, മീൻ, വറുത്ത മീൻ. അതാ 80. വറുത്ത മീനും. അപ്പൊ രാവിലെ അവിടുന്ന് ബസ് കയറും വളാഞ്ചേരിക്ക് അല്ലേ? അത് വരും. വളാഞ്ചേരി മാത്രമേ വരുള്ളൂ? இல்லை இல்லை, நான் பெருந்தலமண்ண, മഞ്ചേരി, കോട്ടക്കല്ല്, ചെങ്കുവെട്ടി. അപ്പൊ മൂപ്പര് പെരിന്തൽമണ്ണ, മഞ്ചേരി, കോട്ടക്ക, പെരിന്തൽമണ്ണ എല്ലായിടത്തും ഇയാളെ കാണാം. അപ്പൊ ഉള്ളതൊക്കെ അയാളെ സഹായിക്കും. അയാൾ ഒറ്റക്കാണുള്ളത്. എല്ലാവരും സഹായിക്കും. പരമായിട്ട് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ട്? രാത്രിക്ക് ജീവിക്കണം, നാളെ ജീവിക്കണം. നാളെ ഞായറാഴ്ച. അല്ല, ഇപ്പൊ ആരോഗ്യപരമായിട്ട് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ? ഉടമ്പിൽ എന്തായാലും നമ്മൾ അസുഖമില്ല. എനിക്ക് ദൈവം. കണ്ണ് കാണൂലേ? ഇത് മാത്രം പകുതി കുറവ്. വേറെ ഒരു ആരോഗ്യമില്ല. പിന്നെ ആദ്യം എന്താ ജോലി? ഞാൻ ഹോട്ടൽ പണിക്കാരനാണ്. ഹോട്ടൽ പണിക്കാരൻ. അപ്പൊ അദ്ദേഹത്തിന്റെ ഒരു കണ്ണിന്റെ കാഴ്ച കുറഞ്ഞു വരുന്നുണ്ട്. അപ്പൊ ഈ വീഡിയോ പരമാവധി അവരെ കുടുംബങ്ങളിലേക്ക് എത്തിക്കുക. ഓക്കെ. ഇപ്പൊ എത്ര വയസ്സായി? 72 വയസ്സായി. ഈ വീഡിയോ കാണുന്നവർ ഇദ്ദേഹത്തെ, പിന്നെ ഇതിന്റെ മക്കളൊക്കെ ഉണ്ടാവും. ഈ വീഡിയോ ഒക്കെ എല്ലാവരും ഷെയർ ചെയ്യും. ഇത് കാണുന്നവർ ഇത് അവരുടെ കുടുംബങ്ങളിൽ എത്തട്ടെ. ഇപ്പൊ 72 വയസ്സായി. ഇനി ഇങ്ങനെ നടത്താൻ പാടില്ല. അപ്പോ നിങ്ങൾ പാട്ടൊക്കെ പാടുന്ന? പാട്ട് പാടും. ഒരു പാട്ടാണ് പാടി കാണി. മുതലാളി കണ്ടെടുത്ത തൊഴിലാളി, വിവദായി முன்னேற்ற பாதையிலே மனதை வைத்து முழு மூட்டை அதற்காக தினம் உழைத்து மண்ணிலே முத்தெடுத்து பிறர் வாழ வணங்கும் குணமுடையோன் விவசாயி. என்ன வளம் வேண்டும் இந்த திருநாட்டில், என் கையை ஏந்த வேணும் வெளிநாட்டில், ஒழுங்காய் பாடுபடி வயக்காட்டில், உயரும் குன்மதிப்பு അയൽനാട്ടിൽ. വിവദായി. അവർക്ക് മാറിയിട്ടുണ്ടാവും ഇപ്പോ. അപ്പൊ ഇവരെ ചിലപ്പോ തിരയുന്നുണ്ടാവും. അപ്പൊ ഈ വീഡിയോ ഒക്കെ ഒന്ന് ഷെയർ ചെയ്തിട്ട് ആ കുടുംബങ്ങളിലെത്തിക്കും. ഓക്കെ, അടുത്തൊരു വീഡിയോയിൽ കൊണ്ടുവന്നാണ്.